ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസീസ് അക്കാഡമി. നമ്മൾ 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എലമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസി, അതായത് ഒരു സാന്താൾ ഗോത്രഗീതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റാണാജിത്ത് ഗുഹ. ഒരു സാന്താൾ ഗോത്രഗീതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റാണാജിത്ത് ഗുഹ. ആ ബുക്കിൻ്റെ ഇംഗ്ലീഷ് പേരാണ് എലമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസൻറ്റ് ഇൻസർജൻസി. ക്ലിയർ ആയല്ലോ. ഇനി വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഔദിലെ രാജ ചെയ്ത് സിംഗ്, തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. നമുക്കൊന്നും കൂടെ നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഔദിലെ രാജ ചെയ്ത് സിംഗ്, തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. അപ്പോൾ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. വയനാടൻ വനം കേന്ദ്രീകരിച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം അറിയപ്പെടുന്നത് ഒളിപ്പോര് എന്ന പേരിലാണ്. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരൊക്കെയായിരുന്നു? തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ കുരുക്കൾ. ഒന്നും കൂടെ നോക്കാം. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയതും ആര് തന്നെയാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചിയിലെ മന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലായിരുന്നു. എവിടെയായിരുന്നു? മീററ്റിലായിരുന്നു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ശിപ്പായിമാർ. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശിപ്പായിമാർ. ശിപ്പായിമാർക്കിടയിൽ കമ്പനിക്കെതിരെ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയതാരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു ശിപ്പായിമാർക്കെതിരെ, കമ്പനിക്കെതിരെ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത്. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ്. നാനാസാഹിബ് താന്തിയോ തോപ്പി. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? നാനാ സാഹിബും താന്തിയോ തോപ്പിയും. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ്. 1857 വിപ്ലവത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. 1857 വിപ്ലവത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. 1857 വിപ്ലവത്തിന് ആരയിൽ നേതൃത്വം നൽകിയത്? കൻവർ സിംഗ്. 1857 വിപ്ലവത്തിന് ആരയിൽ നേതൃത്വം നൽകിയത്? കൻവർ സിംഗ്. 1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി ഷഹിൻഷായെ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ.
1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയുടെ ചക്രവർത്തി എന്നുള്ളതിന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഷഹീൻ ഷാ ഹിന്ദുസ്ഥാൻ. ഷഹീൻ ഷാ ഹിന്ദുസ്ഥാൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. 1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി, ബ്രാക്കറ്റിൽ ഷഹീൻ ഷായെ ഹിന്ദുസ്ഥാൻ എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. അവരോധിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത് എവിടേക്കാണ്? എങ്ങോട്ടാണ്? റങ്കൂൺ. റങ്കൂൺ റങ്കൂൺ 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എവിടേക്കാണ്? റങ്കൂൺ. റങ്കൂൺ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായ വർഷം 1858. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായ വർഷം ഏതാണ്? 1858. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച വർഷവും 1858 തന്നെയാണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാ റാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനും രാജാ റാം മോഹൻ റോയ് തന്നെയാണ്. ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചത് രാജാ റാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് അഭിപ്രായപ്പെട്ടതും രാജാ റാം മോഹൻ റോയ് ആണ്. സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച സംഘടന ആര്യ സമാജമാണ്. സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച സംഘടന ഏതാണ്? ആര്യ സമാജം. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക, വേദം വേദം വേദങ്ങളിലേക്ക് മടങ്ങുക. ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെ. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? ജ്യോതിറാവ് ഫുലെ. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെ. അധസ്ഥിത വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ നവോത്ഥാന നായകൻ ജ്യോതിറാവ് ഫുലെ. അധസ്ഥിത വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ നവോത്ഥാന നായകൻ ജ്യോതിറാവ് ഫുലെ. വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ജ്യോതിറാവ് ഫുലെ. വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ജ്യോതിറാവ് ഫുലെ. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകന്മാര് തന്നെയാണ് ജ്യോതിറാവ് ഫുലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ് ആണ്. പണ്ഡിത രമാഭായ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിന്നീട് എന്തായി മാറി? അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്നഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിമുകളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്നഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രശസ്തനായ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണൻ മിഷൻ സ്ഥാപിച്ചതും വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ്? വിവേകാനന്ദൻ. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ പ്രശസ്ത കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. INC രൂപീകരിച്ചത് A.O. ഹ്യൂം. INC രൂപീകരിച്ച ആരാണ്? A.O. ഹ്യൂം.
INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72. INC രൂപീകൃതമായത് എവിടെ ചേർന്ന സമ്മേളനത്തിലാണ്? ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണ്. തേജ്പാൽ സംസ്കൃത കോളേജിൽ. തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെ. INC രൂപീകൃതമായത് എവിടെ ചേർന്ന സമ്മേളനത്തിലാണ്? ബോംബെ, തേജ്പാൽ സംസ്കൃത കോളേജിൽ. INCയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. INCയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന്, അപ്പോൾ WC ബാനർജി ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നുവെന്ന് ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ WC ബാനർജി പറഞ്ഞു. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിലെ INCയിലെ നേതാക്കൾ അറിയപ്പെട്ടിരുന്ന മിതവാദികൾ എന്ന പേരിലാണ്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിലെ INCയിലെ നേതാക്കൾ അറിയപ്പെട്ടിരുന്നത് മിതവാദികൾ എന്നാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.